അത് എടുക്കാൻ മാത്രം പാവക്ക കൂട്ടാനാണ്. അതൊക്കെ ചീരുള്ളി, തക്കാളി, വെള്ളുള്ളി ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഒരു അര സ്പൂണ് ഉലുവ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പാവക്ക നല്ല വഴഞ്ഞിരിക്കണം കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, അതിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന പൊടിയാണ്. നല്ലൊരു ടേസ്റ്റാണ്, മീൻ കൂട്ടാൻ്റെ ഒക്കെ ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാനിങ്ങനെ വാട്ടി ഉണ്ടാക്കാറ്. പൊടിയിട്ട് വാട്ടുമ്പോൾ ആ മസാല കയ്യിൽ പൊടിച്ച് കിട്ടുമല്ലോ, അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പാവക്കയാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് കിട്ടും, മീൻ കൂട്ടാൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഞാൻ നാരങ്ങ സൈസിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് കറച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചാണ്. ഇനി അതൊന്ന് വെന്ത് കിട്ടട്ടെ. നല്ലോണം തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ തേങ്ങ അരച്ച് ഇതിലേക്ക് ഒഴിക്കണം. ഇനി ഇതൊന്ന് തിളച്ചിട്ട് നല്ല വേട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ തേങ്ങ അരച്ചിട്ട് വരാം. ഇതാ ഇത്രയും വെള്ളം ചൂണ്ടി തേങ്ങ അരച്ച് കഴിഞ്ഞു. തേങ്ങ അരച്ചത് വയ്ക്കില്ല. നല്ല ടേസ്റ്റാണ്, നല്ല മീൻ കൂട്ടാൻ്റെ ഒരു ടേസ്റ്റാണ്. ഈ മസാല കൊണ്ടാണ് അത് മീൻ കൂട്ടാൻ്റെ ടേസ്റ്റ്. ഇത് നാളേക്കൊക്കെ വെച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ദോശക്ക്, ചോറിന്, ദോശക്കൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് നമ്മളെ പാവക്ക കൂട്ടാൻ റെഡിയായി.